18 വർഷത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ 44 വർഷത്തെ ദാമ്പത്യം വേർപ്പെടുത്തിയ ദമ്പതികൾ. ഹരിയാനയിലെ കർണാൽ ജില്ലയിലാണ് സംഭവം. 73കാരിയായ തന്റെ മുൻ ഭാര്യയ്ക്ക് നഷ്ടപരിഹാരമായി 3.07 കോടി രൂപ നൽകാമെന്ന് 70കാരനായ ഭർത്താവ് കോടതിയിൽ സമ്മതിച്ചു. ഇതിനായി പതിറ്റാണ്ടുകളോളം ഇരുവരും അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തുക്കൾ വേർപ്പെടുത്തുകയും ചെയ്തു. സെറ്റിൽമെന്റിനായി ഭർത്താവ് തന്റെ ഭൂമി വരെ വിറ്റു. പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതിയിലെ മധ്യസ്ഥ ഒത്തുതീർപ്പിലൂടെയാണ് കേസ് അവസാനിപ്പിച്ചത്. 1980 ഓഗസ്റ്റ് 27-ന് വിവാഹം കഴിഞ്ഞ ഇവർക്ക് 2 പെൺകുട്ടികളും ഒരു മകനുമുണ്ടായി. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇരുവർക്കുമിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങിയതോടെ രണ്ടുപേരും മാനസികമായി അകന്നു. തുടർന്ന് 2006 മെയ് 8-ന് ഇരുവരും വേർപിരിയാനും തീരുമാനിച്ചു. മാനസികമായ പീഡനം ആരോപിച്ച് ഭർത്താവ് വിവാഹമോചനത്തിന് അപേക്ഷ നൽകിയെങ്കിലും 2013-ൽ കർണാൽ കോടതി ഈ അപേക്ഷ തള്ളി. തുടർന്ന് ഇദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയിൽ കേസ് 11 വർഷത്തോളം നീണ്ടപ്പോൾ കോടതി കേസ് മധ്യസ്ഥതയ്ക്കും ഒത്തുതീർപ്പിനും വിട്ടു. ഒടുവിൽ ഈ വർഷം നവംബറിൽ മധ്യസ്ഥ ചർച്ചയിലാണ് തീരുമാനത്തിലേക്ക് എത്തിയത്. വേർപിരിഞ്ഞ ദമ്പതികളും അവരുടെ മുതിർന്ന കുട്ടികളും വിവാഹബന്ധം വേർപ്പെടുത്തുന്നതിൽ സമ്മതമറിയിച്ചു. 3.07 കോടി രൂപ ജീവനാംശമായി ഭർത്താവ് വാഗ്ദാനം ചെയ്തു. ഈ തുക ഡിമാൻഡ് ഡ്രാഫ്റ്റുകൾ, പണം, സ്വർണം, വെള്ളി ആഭരണങ്ങൾ എന്നിങ്ങനെ നൽകണം. ഭൂമി വിറ്റ് 2.16 കോടി രൂപയും കരിമ്പുൾപ്പെടെയുള്ള വിളകളിൽ നിന്നുള്ള വരുമാനം, 40 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണം, വെള്ളി ആഭരണങ്ങൾ എന്നിവ മുൻ ഭാര്യയ്ക്ക് കൈമാറിയാണ് ഭർത്താവ് തന്റെ വാക്ക് പാലിച്ചത്. നവംബർ 22-ന് ഒപ്പുവെച്ച ഒത്തുതീർപ്പിൽ ഭർത്താവിന്റെ സ്വത്തുക്കളിൽ ഭാര്യയ്ക്കോ കുട്ടികൾക്കോ ഉണ്ടായിരുന്നേക്കാവുന്ന എല്ലാ അവകാശങ്ങളും ഇതോടെ അവസാനിപ്പിച്ചു. ഒന്നാം കക്ഷിയുടെ മരണത്തിന് ശേഷം എസ്റ്റേറ്റിന്റെ മേൽ ഒരു അവകാശവാദവും ഉന്നയിക്കില്ലെന്നും കരാറിൽ പറയുന്നു. ജസ്റ്റിസ് സുധീർ സിംഗ്, ജസ്റ്റിസ് ജസ്റ്റിസ് സിംഗ് ബേദി എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് കേസ് ഒത്തുതീർപ്പാക്കിയത്.